പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 169 വചനത്തിൽ ശൈത്താൻ കൽപ്പിക്കുന്ന 3 കാര്യങ്ങൾ, അത്യന്തം അപകടകരമായ 3 വിഷയങ്ങൾ, അതാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. അതിൽ 3ാമത്തെ കാര്യം, അപ്രകാരം ഏറ്റവും കടുത്ത അപകടം നിറഞ്ഞ വിഷയം വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ എന്നതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. അൻ തഖൂലു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ പറയലാണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അൻ തക്ദീബു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കളവ് പറയലാണ്. അൻ തഫ്തറു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം ചമച്ച് പറയലാണ് എന്നൊക്കെയാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കുകയുണ്ടായത്. ഖാല അല അല്ലെങ്കിൽ യഖൂലു അല, അൽ ഖൗലു അല, ഇങ്ങനെ പ്രയോഗം വന്നാൽ കളവ് പറയുക, വ്യാജം പടച്ചുണ്ടാക്കി അത് ആരോപിക്കുക എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഈ ക്രിയ വരിക. ഭാഷയിലും പ്രമാണവചനങ്ങളിലും ഈ പ്രയോഗം ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുള്ള ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പിതാവ് അസുബൈർ ഇബ്നുൽ അവ്വാം ഹവാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറയുന്നുണ്ട്, ഉപ്പ, തിരുദൂതരിൽ നിന്ന് നിങ്ങൾ എനിക്ക് ഹദീസ് ഓതി തന്നാലും നിങ്ങളിൽ നിന്ന് എനിക്ക് ആ ഹദീസുകൾ മറ്റുള്ളവരോട് ഉദ്ധരിക്കാനാണ്. കാരണം എല്ലാ പിതാക്കന്മാരിൽ നിന്നും സഹാബികളുടെ മക്കൾ ഇങ്ങനെ ഹദീസ് പറയുന്നുണ്ട്. അപ്പോൾ ഉപ്പയിൽ നിന്ന് എനിക്കും ഹദീസുകൾ ഉദ്ധരിക്കണം, അതിന് എന്നോട് നിങ്ങൾ ഹദീസുകൾ ഓതിയാലും എന്നാണ് അബ്ദുള്ള ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുമ പറയുന്നത്. അപ്പോൾ ഉപ്പ സുബൈർ ഇബ്നുൽ അവ്വാം മകനോട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ തിരുദൂതരോട് ആരൊക്കെ സഹവസിച്ചിട്ടുണ്ടോ അവരെപ്പോലെ അല്ലെങ്കിൽ അവരെക്കാൾ ശ്രേഷ്ഠമായി ഞാൻ സഹവസിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ സുബൈർ ഇബ്നുൽ അവ്വാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം കടപ്പെട്ടതും അദ്ദേഹത്തിനുള്ള ബന്ധവും അടുപ്പവും അറിയിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ മകൻ അബ്ദുള്ളയോട് പറയുകയാണ്, നിന്റെ ഉമ്മ അസ്മാ ബിന്ത് അബീബക്കർ എൻ്റെ ഭാര്യയാണ്. ആയിഷ ബിന്ത് അബീബക്കർ നിന്റെ മാതൃ സഹോദരിയാണ്. എൻ്റെ ഉമ്മ സഫിയത്ത് ബിന്ത് അബ്ദുൽ മുത്തലിബാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായി. ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ, അസ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുടെ സഹോദരിയാണ്, സുബൈർ ഇബ്നുൽ അവ്വാമിൻ്റെ ഭാര്യയാണ്. തീർന്നില്ല, അദ്ദേഹം പറയുകയാണ്, എൻ്റെ അമ്മാവന്മാർ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബും അബൂ താലിബും അബ്ബാസുമാണ്, സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരന്മാർ. പിന്നെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഖാലി, എൻ്റെ അമ്മാവൻ്റെ മകനാണ്, സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരനാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അതാണ് പറയുന്നത്. പിന്നെ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ അമ്മായി ഖദീജ ബിന്ത് ഖുവൈലിദാണ്. ഈ ഖദീജ ബിന്ത് ഖുവൈലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. എങ്ങനെയാണ് സുബൈർ എന്നവരുടെ അമ്മായി ആകുന്നത്? സുബൈർ ഇബ്നുൽ അവ്വാം ഇബ്നുൽ ഖുവൈലിദാണ്. അല്ല, അവ്വാം ഇബ്നു ഖുവൈലിദും ഖദീജ ബിന്ത് ഖുവൈലിദും സഹോദരങ്ങളാണ്. അപ്പോൾ സുബൈർ ഇബ്നുൽ അവ്വാമിൻ്റെ അമ്മായിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബിന്ത് വഹബ് ഇബ്നു അബ്ദി മനാഫ് ഇബ്നു സുഹറയാണ്. ഈ ആമിന ബിന്ത് വഹബിൻ്റെ സഹോദരി ഹാല ബിന്ത് വഹബ്, അവരാണ്, ഹാലയാണ് സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അമ്മായിയായ സഫിയയുടെയും അമ്മാവനായ ഹംസയുടെയും ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിനയുടെ സഹോദരി ഹാല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുഞ്ഞാമ അല്ലെങ്കിൽ മാതൃ സഹോദരി സഫിയയുടെയും ഹംസയുടെയും ഉമ്മയാണ്. എന്നിട്ട് അവസാനം പറയുന്നത് വലഖദ് സഹിബ്തുഹു ബി അഹ്സനി സുഹ്ബത്തിൻ വൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ഏറ്റവും നല്ല നിലയിലാണ് സഹചാരിയായി വർത്തിച്ചിട്ടുള്ളത്. കാരണം ഇത്രയും ബന്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധം വിളക്കാനും തിരുനബിയുടെ സഹചാരിയാകാനും തനിക്കുണ്ട് എന്നാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് കൂടുതൽ ഹദീസുകൾ പറയുന്നില്ല? വലഖദ് സമീഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖാല അലയ്യ മാ ലം അഖുൽ ഫലിയതബവ്വ മഖ്അദഹു മിനന്നാർ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എൻ്റെ മേൽ കളവായി വല്ലവരും പറഞ്ഞാൽ അവൻ അവൻ്റെ ഇരിപ്പിടം നരകത്തിലൊരുക്കട്ടെ എന്ന്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. ഇവിടെ മൻ ഖാല അലയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ കളവ് പറഞ്ഞാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു സംഭവത്തെ ഇവിടെ ഉദ്ധരിച്ചത്.
ഇങ്ങനെ പ്രയോഗങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നമിൻ അഅ്ദമിൽ ഫിറ, ഏറ്റവും കൊടിയ പാതകം, കുറ്റം ഏതാ? അവ എണ്ണിയപ്പോൾ അതിൽ ഒന്ന് ഔ യഖൂല അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാലം യഖുൽ, യഖൂല അലാ റസൂലില്ലാഹ് മാലം യഖുൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലാത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയലാണ്. അവിടെ യഖൂലു അലാ റസൂലില്ല എന്നാണ്, കളവ് പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. യക്ദിബു അലാ റസൂലില്ല എന്ന ആശയത്തിൽ അർത്ഥത്തിലാണ് ഈ പ്രയോഗം. സഹാബികൾ ഈ രണ്ട് പ്രയോഗവും നടത്തിയത് നമ്മൾ ഹദീസുകളിൽ വായിക്കും. യഖൂലു അലാ റസൂലില്ല, അതേപോലെ യക്ദിബു അലാ റസൂലില്ല, ഇങ്ങനെ പ്രയോഗം. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മാർക്കറ്റിൽ അംർ ഇബ്നു ഉമയ്യ അദ്ദമരിയെ ഒരു പട്ടുവസ്ത്രത്തിന് വേണ്ടി വിലപേശുന്നത് കാണുകയുണ്ടായി. അപ്പോൾ ഈ അങ്ങാടിയിൽ അംർ ഇബ്നു ഉമയ്യ അദ്ദമരിയെ കണ്ടപ്പോൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ അദ്രി എന്ന് പറഞ്ഞ വിഷയം പഠിച്ചപ്പോൾ ഷർറുൽ ബുൽദാൻ ഏത് എന്ന് ചോദിച്ചപ്പോൾ, ഏറ്റവും മോശമായ സ്ഥലം ഏത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ അദ്രി എന്ന് പറഞ്ഞു. ജിബ്രീലും ലാ അദ്രി എന്ന് പറഞ്ഞു ആ വിഷയം പറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങാടിയിൽ അംർ ഇബ്നു ഉമയ്യ അദ്ദമരിയെ പോലുള്ള ഒരു വ്യക്തിത്വം ഇങ്ങനെ വിലപേശി നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമർ അമീറുൽ മുഅ്മിനീൻ അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൽ മാ തസ്നഉ യാ അംറു, അംറ എന്താ ഇവിടെ പണി എന്ന് ചോദിച്ചു. അപ്പോൾ അംർ പറഞ്ഞു, ഞാൻ ഈ വസ്ത്രം വാങ്ങുകയാണ്, എനിക്കത് സദക്ക ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ പറഞ്ഞു, വസ്ത്രം വാങ്ങിയിട്ട് സദക്ക ചെയ്യാനാണെങ്കിൽ ഫഅൻത ഇദൻ എന്ന് പറഞ്ഞിട്ട് ഉമർ പോയി വാങ്ങാൻ പറഞ്ഞു. ഉമർ വഴിയെ പോയി. അങ്ങനെ അംർ ഈ വസ്ത്രമൊക്കെ വാങ്ങി. പിന്നീട് ഉമറിനെ കണ്ടപ്പോൾ ഉമർ ചോദിച്ചു, യാ അംറു മാ സനഅൽ മിർത്തു, അത് ഒരുതരം പട്ടിനാലുള്ള തട്ടമായിരുന്നു, അതെന്തേ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അംർ പറഞ്ഞു, ഞാനത് വാങ്ങി ദാനം ചെയ്തു. അപ്പോൾ ഉമർ ചോദിച്ചു, ആർക്ക് ദാനം ചെയ്തു? അപ്പോൾ അംർ പറഞ്ഞു, അല റഫീഖ, റഫീഖക്ക് ദാനം ചെയ്തു. അപ്പോൾ ഉമർ ചോദിച്ചു, മനി റഫീഖ, ആരാ റഫീഖ? അപ്പോൾ അംർ പറഞ്ഞു, ഇമ്രഅത്തി, എൻ്റെ ഭാര്യ. അപ്പോൾ ഉമർ, തസദ്ദഖ്ത ബിഹി അല ഇമ്രഅതിക്, താങ്കളുടെ ഭാര്യക്കാണോ അത് ദാനം ചെയ്തത്? അപ്പോൾ അംർ ഇബ്നു ഉമയ്യ പറഞ്ഞു, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ അഅത അർ-റജുലു ഇമ്രഅതഹു ഫഹുവ സദഖത്തുൻ, ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് എന്തെല്ലാം നൽകുന്നു അതെല്ലാം സദഖയാണ്. ഇങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അംർ പറഞ്ഞപ്പോൾ ഉമർ, യാ അംറു ലാ തക്ദിബ് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അംറേ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയരുത്. എന്നിട്ട് അംറിനെ പിടിച്ചു ഉമർ. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലാ ഉഫാരിഖുക് ഹത്താ നഅതിയ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഫനസ്അലഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ചെന്ന് അവരോട് ചോദിക്കുന്നത് വരെ ഞാൻ നിങ്ങളോട് പിരിയുകയില്ല എന്ന് പറഞ്ഞാണ് പിടിച്ചത് അംറിനെ ഉമർ. അങ്ങനെ അവരിരുവരും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അംർ ചോദിച്ചു, യാ ഉമ്മ ഹാദാ ഉമറു യഖൂലു ലി ലാ തക്ദിബ് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നശത്തുകി ബില്ലാഹ് അസമീതി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ അഅത അർ-റജുലു ഇംറഅതഹു ഫഹുവ സദഖ. ഉമ്മ, ഉമർ ഇതാ പറയുന്നു, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയല്ലേ എന്ന് അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. സ്വന്തം ഭാര്യയ്ക്ക് നൽകുന്നതെല്ലാം സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അല്ലാഹുമ്മ നഅം, അതെ എന്ന് ആവർത്തിച്ച് അവർ പ്രതികരിച്ചു എന്നാണ്. ഈ സംഭവങ്ങളെ ഞാനിവിടെ ഉദ്ധരിച്ചത് അൽ ഖൗലു അല, അതേപോലെ തന്നെ അൽ ഖദിബു അല, ഇതൊക്കെ കളവ് പറയുന്ന വിഷയത്തിൽ പ്രയോഗിക്കപ്പെടുന്നതാണ്. സഹാബികൾ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വചനങ്ങളിൽ ഇതുപോലത്തെ പ്രയോഗങ്ങൾ പലത് വന്നിട്ടുണ്ട്. തിരുദൂതരുടെ പേരിൽ പറയുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം കളവ് പറയുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പേരിൽ പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം കളവ് പറയുക എന്നുള്ളതാണ്. അള്ളാഹുവെ കുറിച്ച് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. ഹദീസുകളിൽ കാണാം, മൻ ഖാല അലയ്യ മാ ലം അഖുൽ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, മൻ ഖാല അലയ്യ മാ ലം അഖുൽ, മൻ കദബ അലയ്യ മുതഅമ്മിദൻ. ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ്. കളവ് പറയുക, വ്യാജം കെട്ടിച്ചമച്ച് പറയുക എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ ഈ ഒരു വിശുദ്ധ വചനം പഠിച്ചു പോകുമ്പോൾ അതിലെ പ്രയോഗങ്ങളുടെ ഈ പ്രത്യേകത മനസ്സിലാക്കുവാൻ, ആ പ്രയോഗങ്ങളുടെ ആശയം മനസ്സിലാക്കുവാൻ ഇതുപോലത്തെ സംഭവങ്ങൾ നമുക്ക് സഹായകമാണ് എന്നതിനാലാണ് ഈ ഒരു വിഷയം ചരിത്രങ്ങളെ ഉദ്ധരിച്ച് ഇവിടെ ഉണർത്തിയത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അറിയാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുക എന്നത്, അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജമായി കെട്ടിച്ചമക്കുക എന്നുള്ളത്, കളവായി പറയുക എന്നുള്ളത് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ്. ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം നമ്മൾ മുമ്പ് ഉണർത്തിയത് പഠിതാക്കളുടെ ശ്രോതാക്കളുടെ മനസ്സിലുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കന്നുകാലികൾ, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച അന്നങ്ങളും കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളുമൊക്കെ ഹറാമാക്കി തങ്ങൾക്ക് വിലങ്ങി ഭക്ഷിക്കാതെ ഇതര ഉപയോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതെ അന്ധവിശ്വാസ ജടിലമായ
അവസ്ഥയിൽ ജീവിച്ച മക്ക മുശ്രിക്കുകളെയാണ് ഇവിടെ ഈ ആയത്തുകൾ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ വിധിയും തേട്ടവും അവരിൽ പരിമിതമല്ല, ഏവർക്കും ഒരുപോലെ ബാധകമാണ്. അവർ ഹറാമാക്കിയതും ഹലാലാക്കിയതുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണമോ തെളിവോ ഒന്നുമില്ലാതെയായിരുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വചനം ഇമാം ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ ജാമിഉ ബയാനിൽ ഇൽം വ ഫദ്ലിഹി എന്ന കിതാബിൽ ഇപ്രകാരം നൽകിയിട്ടുണ്ട്. എന്താണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? ലൈസ ലി അഹദിൻ അൻ യഖൂല ഫീ ഷൈഇൻ ഹലാലുൻ വലാ ഹറാമുൻ ഇല്ലാ മിൻ ജിഹത്തിൽ ഇൽം. ഒരു വിഷയത്തിലും ഹലാലാണ് ഹറാമാണ് എന്ന് പ്രസ്താവിക്കുവാൻ പറയുവാൻ ഒരാൾക്കും അവകാശമില്ല ഇൽമിന്റെ ഭാഗത്തിലൂടെയല്ലാതെ. വജിഹത്തുൽ ഇൽം, ഇൽമിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മാ നസ്സ ഫിൽ കിതാബി ഔ ഫി സുന്നത്തി ഔ ഫിൽ ഇജ്മാ, കിതാബിൽ വ്യക്തമായി വന്നതിലാണ്, സുന്നത്തിൽ വ്യക്തമായി വന്നതിലാണ്, ഇജ്മാഇൽ വ്യക്തമായി വന്നതിലാണ്. അവിൽ ഖിയാസ് അല ഹാദിഹിൽ ഉസൂൽ വമാ ഫി മഅനാഹ, കിതാബ് സുന്നത്ത് ഇജ്മാ എന്ന അസ്ലുകളിൽ അതിൻ്റെ ആശയങ്ങളിലുള്ളതിൽ ഖിയാസാക്കപ്പെട്ടതിലുമാണ് ഇൽമ്. അതാണ് ജിഹത്തുൽ ഇൽം, അറിവിൻ്റെ ഭാഗം. എന്നിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് ഓതുന്നുണ്ട് സൂറത്തു യൂനുസിലെ 59-60 ആയത്തുകൾ. ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല ഖുൽ അല്ലാഹു അദിന ലക്കും അം അലല്ലാഹി തഫ്തറൂൻ വമാ ظنُّ الذين يفترون على الله الكذب يوم القيامة ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസി വലാകിന്ന അക്സറഹും ലാ യശ്കുറൂൻ. ഈ ആയത്തുകളാണ് അദ്ദേഹം ഓതുന്നത്. എന്താ ഈ ആയത്ത് അറിയിക്കുന്നത്? ഖുൽ പറയുക, അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ, അല്ലാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള അന്നം, ഉപജീവനം, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഹറാമാക്കുന്നു ഹലാലാക്കുന്നു. അല്ലാഹു ഇറക്കി തന്ന ഉപജീവനാണ്, അതിനെയാണ് ഹറാമാക്കി പലരും വിലങ്ങുന്നത്, ചിലതിനൊക്കെ ഹലാലാക്കിയിട്ട് ഉപയോഗിക്കുകയും ഉപയോഗിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ പറയുക, അല്ലാഹു അദിന ലക്കും, ഇങ്ങനെ ഹറാമാക്കാനും ഹലാലാക്കാനും അല്ലാഹു ആണോ നിങ്ങൾക്ക് അനുവാദം തന്നത്? അം അലല്ലാഹി തഫ്തറൂൻ, അതല്ല അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ വ്യാജം കെട്ടി പറയുകയാണോ, കളവ് പറയുകയാണോ? വമാ ظنُّ الذين يفترون على الله الكذب يوم القيامة, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടി പറയുന്നവർ അന്ത്യനാളിൽ അവരെന്ത് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത അപരാധത്തിൻ്റെ വിചാരണയും അതിനുള്ള ശിക്ഷയുമൊക്കെ എന്തായിരിക്കും? അത് വളരെ കടുത്തതും കുറ്റാർഹം, ശിക്ഷാർഹം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതിനെ അനനുവദനീയമാക്കുക, അനനുവദനീയമാക്കിയതിനെ അനുവദനീയമാക്കുക എന്നുള്ള അപരാധം അതെത്ര കടുത്തത്! അത് അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയലാണ്. അതിൽ പരിമിതപ്പെടുന്നില്ല ഈ ആയത്തിൻ്റെ വിധിയും തേട്ടവും. ദീനിൽ ഫത്വ പറയുന്ന വിഷയം, ഫത്വ പറയുമ്പോൾ ഹലാലാക്കലും ഹറാമാക്കലുമാണ്. അള്ളാഹുവിനെ പുരസ്കരിച്ചും അള്ളാഹുവിൻ്റെ പേരിലുമാണ് ഫത്വ നൽകുന്നവർ ഹലാലും ഹറാമും പറയുന്നതും പ്രസ്താവിക്കുന്നതും. അപ്പം എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ സത്തയുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിൻ്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട്, ദീനുമായി ബന്ധപ്പെട്ട് ഒക്കെ പറയുന്നത് ഈ ആയത്തിൻ്റെ വിധിയിലും തേട്ടത്തിലും വരുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി, വളരെ കണിശമായി, കൃത്യമായി, പ്രാമാണികമായി മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ പറയാവൂ, പ്രസ്താവിക്കാവൂ, വിധിക്കാവൂ എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഗൗരവപ്പെട്ട വിഷയം. തഫ്സീറുകളായ തഫ്സീറുകളിലൊക്കെയും ഇത്തരം വിഷയങ്ങൾ സഗൗരവം വിശദീകരിച്ചിട്ടുണ്ട്, സലക്ഷ്യം വിശദീകരിച്ചിട്ടുണ്ട്, ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു വലിയ തഫ്സീറിൻ്റെ ഭാഗമായതിനാലാണ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഉദ്ധരിക്കാത്തത്. ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ് അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ എന്ന ആയത്തിൻ്റെ ഭാഗം കൈകാര്യം ചെയ്യുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, ഈ 169-ാം വചനം നമ്മൾ ഇവിടെ പഠിച്ചവസാനിക്കുമ്പോൾ സുപ്രധാനമായ ഒരു മസ്അല, ശൈത്താൻ കൽപ്പിക്കുന്ന വിഷയമാണ് ഈ ആയത്തിൽ നമ്മൾ പഠിച്ചത്. ഫഹ്ശാ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, ഇവ കൊണ്ട് മാത്രമാണ് ഷെയ്ത്താൻ കൽപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഷെയ്ത്താൻ്റെ കൽപ്പനയെ വിഗണിച്ച് നമ്മൾ ഷെയ്ത്താന് വഴിപ്പെടാതെ വർത്തിക്കുവാനാണ് ഈ ആയത്ത് നൽകുന്ന ബോധനം. ഷെയ്ത്താൻ കൽപ്പിക്കുന്നതും ഷെയ്ത്താൻ വിലങ്ങുന്നതുമായ വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ കൽപ്പനയ്ക്ക് കാതുകൊടുക്കാതെ, അവന് വഴിപ്പെടാതെ ദൂരം നിൽക്കാനും അവനെ ശത്രുവായി കണ്ട് മാറാനും നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു. ഒപ്പം നമ്മൾ ആരുടെ കൽപ്പന കേൾക്കണം, ആരോട് അടുക്കണം എന്നത് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു. അകലം നിൽക്കേണ്ട വിഷയങ്ങൾ ഈ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അടുത്തുകൂടേണ്ടതും
ശിരസ വഹിക്കേണ്ടതുമായ വിഷയങ്ങൾ നമ്മൾ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് വിരോധിച്ചു? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. സൂറത്തുൻ നഹ്ലിന്റെ 90-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് നമ്മളെ ഉണർത്തുന്നു, വിലക്കിയതും ഇവിടെ ഉണർത്തുന്നു. ശൈത്താൻ കൽപ്പിക്കുന്നത് അല്ലാഹു വിലക്കിയതാണ്, അതേറെ നീചവും നികൃഷ്ടവുമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതോ ഏറ്റവും വലിയ പുണ്യവും ഏറെ നന്മയുള്ളതുമായ വിഷയങ്ങളാണ്. മാഫിൽ ഖുർആനി ആയത്തുൻ അജ്മഅ ലി ഹലാലിൻ വ ഹറാമിൻ വ അംരിൻ വ നഹീൻ മിൻ ഹാദിഹിൽ ആയ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഹലാലും ഹറാമും അതേപോലെ അമ്രും നഹിയും കൽപ്പനയും വിരോധവും സമഗ്രമായി ഉൾക്കൊണ്ട ആയത്ത് ഈ ആയത്താണ് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. ഷെയ്ത്താൻ കൽപ്പിച്ചത് പഠിച്ചു, ഷെയ്ത്താന്റെ കാൽപ്പാടുകളെ പിന്തുടരാതിരിക്കാൻ ആ ആയത്തിന്റെ തേട്ടമാണ് നമ്മൾ പിന്തുടരേണ്ട കൽപ്പനകൾ എന്ത് എന്നറിയൽ. ആ കൽപ്പനകളാണ് ഈ ഒരു മഹൽ വചനം ഉൾക്കൊണ്ടത്. ഈ ഒരു മഹൽ വചനം അള്ളാഹു കൽപ്പിച്ച വിഷയത്തിൽ ഇവിടെ ഉദ്ധരിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ 3 പ്രഗത്ഭമതികൾ ഈ ആയത്ത് കേട്ട് അതിൽ സ്വാധീനിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ആ 3 പ്രഗത്ഭരിൽ 2 പേർ ഈ ആയത്ത് കേട്ട മാത്രയിൽ അതിൽ സ്വാധീനിക്കപ്പെടുകയും അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു. എന്നാൽ ഒരു വ്യക്തി ഈ ആയത്തിൽ സ്വാധീനിക്കപ്പെട്ടു, അയാൾ ഈ ആയത്തിനെ പുരസ്കരിച്ച് സുന്ദരമായ വിധി നടത്തി. പക്ഷേ ഇസ്ലാം ആശ്ലേഷിക്കുവാൻ അയാൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടു എന്നതാണ് ചരിത്രം. ഈ ആയത്ത് കേട്ട് ഇസ്ലാം ആശ്ലേഷിച്ച 2 പേർ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവും അഖ്സം ഇബ്ൻ സൈഫി അത്തമീമി റളിയല്ലാഹു അൻഹുവുമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിടത്ത് ഇരിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ ആ വഴിയെ നടക്കുകയാണ്. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സമക്ഷത്തിൽ ക്ഷണിച്ചിരുത്തി. ഉസ്മാൻ ഇബ്നു മദ്ഊൻ അന്ന് മുസ്ലിം ആയിരുന്നില്ല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൽ നിന്നല്പം തിരിഞ്ഞിരിക്കുകയും മാനത്തേക്ക് കണ്ണു നട്ട് ആരോട് സംവദിക്കുന്നത് പോലെ വർത്തിക്കുകയും ഉണ്ടായി എന്നാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പെരുമാറ്റം ചില വികാരങ്ങളെ ഉണർത്തി, വിഷയങ്ങളെ ഇളക്കി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊനിനോട് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ അടുക്കൽ വന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉദ്ദേശിച്ച്. അപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ ചോദിച്ചു, ജിബ്രീൽ വന്ന് എന്താണ് താങ്കളോട് പറഞ്ഞത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊനിന് ഈ ആയത്ത് ഓതി കൊടുത്തു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ എന്നായത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനാണ്, സുഹൃതങ്ങൾ ചെയ്യുവാനാണ്, അടുത്ത ബന്ധമുള്ളവരെ നൽകി സഹായിക്കുവാനാണ്. അള്ളാഹു വിലക്കുന്നതും വിരോധിക്കുന്നതും നീചവൃത്തികളിൽ നിന്നും തിന്മകളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നുമാണ്. നിങ്ങൾ ഉത്ഭുതരാകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉപദേശിക്കുന്നു എന്ന ആശയത്തിലാണ് ഈ വചനം. വളരെ അർത്ഥഗർഭമായ ആശയവൈപുല്യങ്ങളുള്ള വിധികളും വിഷയങ്ങളും നന്മകളും മര്യാദകളുമൊക്കെ ഏറെയേറെ പഠിപ്പിക്കപ്പെടുന്ന ഒരു വചനമാണിത്. ഇത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന അവിശ്വാസി തിരുജിഹയിൽ നിന്ന് കേട്ടപ്പോൾ അതോടെ എൻ്റെ മനസ്സിൽ വിശ്വാസം രൂഢമൂലമായി എന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം വഅഹബബ്തു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുകയുമുണ്ടായി എന്ന് പറയുകയാണ് ഉണ്ടായത്. ഈ വചനം അത് ഉസ്മാൻ ഇബ്നു മദ്ഊനിൽ സ്വാധീനിച്ചു. അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചു. മറ്റൊരു വ്യക്തി അഖ്സം ഇബ്നു സൈഫി ഇബ്നു അബ്ദുൽ ഉസ്സ അത്തമീമിയാണ്. ഇദ്ദേഹം ബനു തമീം ഗോത്രത്തിൻ്റെ തലവനും നേതാവുമായിരുന്നു. തിരു നിയോഗ വിവരമറിഞ്ഞപ്പോൾ ബനു തമീം ഗോത്രത്തിൽ നിന്ന് നജിദിൽ നിന്ന് ഇദ്ദേഹം മക്കയിലേക്ക് വരാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സന്ധിക്കുവാനും ഉദ്ദേശിക്കുകയാണ്. പക്ഷേ ബനു തമീം അദ്ദേഹത്തിൻ്റെ യാത്ര വിലക്കി. അവർ പറഞ്ഞു, അൻത കബീറുന ലം തകുൻ ലിതഖിഫ ഇലൈഹി, നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്, നിങ്ങൾ ഒരിക്കലും മുഹമ്മദിൻ്റെ അടുക്കലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുക എന്നുള്ളത് എളുപ്പമുള്ള വിഷയമല്ല. അപ്പോൾ ഈ അക്സം പറഞ്ഞു, എങ്കിൽ എൻ്റെ സന്ദേശം മുഹമ്മദിനെത്തിക്കുവാൻ, മുഹമ്മദിൻ്റെ സന്ദേശം എനിക്കെത്തിക്കുവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ചെല്ലുക? അപ്പോൾ ബനു തമീമിൽ നിന്ന് 2 പേർ അതിന് തയ്യാറായി. അങ്ങനെ ആ 2 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ചെന്നു. എന്നിട്ട് അവർ പറഞ്ഞു, അഖ്സം ഇബ്നു സൈഫി അത്തമീമിയുടെ ദൂതന്മാരാണ് ഞങ്ങൾ. അഖ്സം താങ്കളോട് ചോദിക്കുന്നു, മൻ അൻത് വമാ അൻത്, താങ്കൾ ആരാണ്, താങ്കൾ എന്താണ്? അപ്പോൾ ഈ ദൂതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ അന ഫഅന മുഹമ്മദ് ഇബ്നു അബ്ദില്ല,
ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ മുഹമ്മദ് ബിനു അബ്ദില്ലയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വ അമ്മ മാ അന, ഞാൻ എന്ത് എന്നതിൻ്റെ ഉത്തരം ഫാന അബ്ദുല്ലാഹി വ റസൂലു, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും അള്ളാഹുവിൻ്റെ ദൂതനുമാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തു എന്നാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅഇദുകും ലഅല്ലകും തദക്കറൂൻ എന്നായത്ത്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഓതി കൊടുത്തപ്പോൾ അവർ ഉർദുദ് അലൈന ഹാദൽ ഖൗൽ, ഈ വാക്ക് ഞങ്ങൾക്ക് ആവർത്തിച്ച് ഓതി തരൂ എന്നാവശ്യപ്പെട്ടു. ഫറദ്ദദഹു അലൈഹിം ഹത്താ ഹഫിദൂഹ്, അവർ ഈ വാക്യം മനഃപ്പാഠമാകുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കത് ആവർത്തിച്ചോദിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ ഈ ദൂതന്മാർ അവർ അവരുടെ നേതാവായ അക്സം ഇബ്ൻ സൈഫിയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ അറിഞ്ഞത്, അനുഭവിച്ചത്, പരിചയപ്പെട്ടതെല്ലാം അവിടെ പറഞ്ഞു. ഒപ്പം അവർ പറഞ്ഞു, ഖദ് റമാ ഇലൈനാ ബി കലിമാത്തിൻ ഖദ് ഹഫിദ്നാഹുൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ചില വചനങ്ങൾ നൽകിയിരിക്കുന്നു, ഞങ്ങൾ ആ വചനങ്ങൾ മനഃപ്പാഠമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് അവർ അത് ഓതി കൊടുത്തപ്പോൾ ഈ അക്സം ഈ വചനങ്ങൾ കേട്ട് പറയുകയാണ്, ഐ ഖൗം അറാഹു യഅ്മുറു ബിമകാരിമിൽ അഖ്ലാഖ് വയൻഹാ അൻ മലായിമിഹ ഫകൂനു ഫി ഹാദൽ അംരി റുഅസാ വലാ തകൂനു ഫീഹി അദ്നാബ വകൂനു ഫീഹി അവ്വല വലാ തകൂനു ഫീഹി ആഖിറ എന്നാണ്. അദ്ദേഹം ബനു തമീം ഗോത്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മകാരിമുൽ അഖ്ലാഖ് കൊണ്ട് കൽപ്പിക്കുന്നു, മാന്യമായ സ്വഭാവങ്ങൾ കൊണ്ട്. വയൻഹാൻ മലായിമിഹ, നീച സ്വഭാവങ്ങൾ അദ്ദേഹം വിലക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഫകൂനു ഫി ഹാദൽ അംർ, നിങ്ങൾ ഈ ഇസ്ലാമിൽ ആവുക റുഅസ, അതിൻ്റെ തലവന്മാർ, നേതാക്കന്മാർ. വലാ തകൂനു ഫീഹി അദ്നാബ, ഈ ഇസ്ലാമിൽ നിങ്ങൾ ഒരിക്കലും അതിൻ്റെ വാലുകളാവരുത് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഇസ്ലാമിനെ പുൽകി ഒന്നാമന്മാരാവുക, നേതാക്കന്മാരാവുക എന്ന് അദ്ദേഹം പറഞ്ഞു. വകൂനു ഫീഹി അവ്വല വലാ തകൂനു ഫീഹി ആഖിറ, ഇസ്ലാം സ്വീകരിച്ച മുമ്പന്മാരിൽ നിങ്ങൾ ഉൾപ്പെടൂ, അതിൽ വന്ന പിന്മുറക്കാരിൽ നിങ്ങൾ ആകാതിരിക്കൂ എന്നൊക്കെ അദ്ദേഹം വസിയ്യത്ത് ചെയ്തു എന്നാണ്. വല്ലാഹി ഇന്നഹു ലകലാമുൻ ഹകീം വ ഇന്നഹു കലാമു റബ്ബിൽ ആലമീൻ വലൈസ ബിൽ കദിബ്, യുക്തിയും തത്വവും നിറഞ്ഞ വചനമാണ് ഇത് ലോകരക്ഷിതാവിൻ്റെ വചനമാണ്, ഇതൊരിക്കലും വ്യാജമല്ല എന്നൊക്കെ അദ്ദേഹം ഈ ആയത്ത് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് വിധിക്കുകയുണ്ടായി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും തിരുസവിധം പ്രാപിക്കാനും ഈ അക്സം ഇബ്നു സൈഫി ഇബ്നു അബ്ദുൽ ഉസ്സ അത്തമീമി യാത്ര പുറപ്പെട്ടെങ്കിലും തിരുസവിധത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിക്കുന്നതും ഏതെന്ന് മനസ്സിലാക്കുവാൻ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ആ വിഷയങ്ങളിലുള്ള സമഗ്രമായ വചനം, ഹലാൽ ഹറാമിൻ്റെയും കൽപ്പനയുടെയും വിരോധത്തിൻ്റെയും വിഷയത്തിൽ ഈ വിഷയങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന വചനം, അത് ഈ സൂറത്തുൻ നഹ്ലിലെ 90-ാം വചനമാണെന്ന് ഉണർത്തിയപ്പോൾ ആ വചനത്താൽ സ്വാധീനിക്കപ്പെട്ട, ഇസ്ലാം ആശ്ലേഷിക്കുവാൻ അവസരമുണ്ടായ 2 പേരെയാണ് ഇവിടെ ഉണർത്തിയത്. എന്നാൽ ഈ വചനത്തിൽ സ്വാധീനിക്കപ്പെട്ട ഒരു 3-ാമനുണ്ട്. അയാൾ മക്കയിൽ സാഹിത്യകാരനായിരുന്നു, ഭാഷയിൽ പണ്ഡിതനായിരുന്നു, ഖുറൈശികളിൽ കാരണവരുമായിരുന്നു, ജനസ്വാധീനം നന്നായി ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി എന്നയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അൽ വലീദ് ഇബ്നുൽ മുഗീറക്കും ഈ ആയത്ത് ഓതി കൊടുക്കുകയുണ്ടായി. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅഇദുകും ലഅല്ലകും തദക്കറൂൻ എന്നായത്ത്. ഇതിൽ അൽ വലീദ് ഇബ്നുൽ മുഗീറ ഏറെ സ്വാധീനിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഈ വചനം കേട്ടപ്പോഴാണ് അയാൾ അഈദുഹു, ഈ വചനം വീണ്ടും ഓതാൻ ആവശ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അയാൾക്ക് വീണ്ടും ഓതി കൊടുത്തു. അപ്പോഴാണ് അയാൾ ചരിത്രത്തിൽ എന്നും പരാമർശിക്കപ്പെടുന്ന നിത്യപ്രസക്തമായ തൻ്റെ വചനം പറഞ്ഞിടുകയുണ്ടായത്. എന്താണ് അയാൾ പറഞ്ഞത്? വല്ലാഹി ഇന്ന ലഹു ലഹലാവ വ ഇന്ന അലൈഹി ലതലാവ വ ഇന്ന അലാഹു ലമുസ്മിർ വ ഇന്ന അസ്ഫലഹു ലമുഗ്ദിഖ് വമാ യഖൂലു ഹാദാ ബശറുൻ വ ഇന്നഹു ലയഅലു വലാ യുഅല അലൈഹി എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണിത്. വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ ശത്രു പറഞ്ഞ ഈ ഒരു വചനം. അയാൾ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഇന്ന ലഹു ലഹലാവ, ഈ വിശുദ്ധ ഖുർആന് മാധുര്യമുണ്ട്, വ ഇന്ന അലൈഹി ലതലാവ, ഈ വിശുദ്ധ ഖുർആന് ഭംഗിയുണ്ട്, വ ഇന്ന അലാഹു ലമുസ്മിർ, ഈ വിശുദ്ധ ഖുർആന്റെ മേൽഭാഗം ഫലവത്താണ്, വ ഇന്ന അസ്ഫലഹു ലമുഗ്ദിഖ്, അതിൻ്റെ താഴ്ഭാഗം നനവുള്ളതും ധന്യവുമാണ്, വമാ യഖൂലു ഹാദാ ബശറുൻ, ഒരു മനുഷ്യൻ ഇതൊരിക്കലും പറയുകയില്ല, വ ഇന്നഹു ലയഅലു, ഈ വിശുദ്ധ ഖുർആൻ
അത് മികച്ചു നിൽക്കും. വല യുഅല അലൈഹി, ഇതിനേക്കാൾ ഒന്നും മികച്ചു നിൽക്കുകയില്ല എന്ന്. ഇതൊക്കെ വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ പ്രശംസിച്ച് പറയാൻ, പ്രകീർത്തിച്ച് പറയാൻ അൽ വലീദ് ബിനുൽ മുഗീറ അൽ മഖ്സൂമിക്ക് പ്രചോദനം ഈ വചനമാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കുന്ന വിഷയങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള സാരോപദേശങ്ങൾ, ഇതൊക്കെയാണ് പ്രതിപാദ്യം. പക്ഷേ അൽ വലീദ് ബിനുൽ മുഗീറ വിശുദ്ധ ഖുർആനോടും ദീനിനോടും അടുക്കാൻ ശ്രമിച്ചപ്പോൾ അബൂജഹൽ, ആംർ ബിൻ ഹിഷാം ലഅനത്തുല്ലാഹി അലൈഹി പണത്തിനു വേണ്ടിയാണോ മുഹമ്മദിനെ പിൻപറ്റുന്നത് എന്ന് ചോദിച്ച് അൽ വലീദിനെ കളിയാക്കി, അയാളിൽ ദുരഭിമാനം ഉണർത്തി. അങ്ങനെ സത്യം മനസ്സിലായിട്ടും അൽ വലീദ് ബിനുൽ മുഗീറ ഇസ്ലാം ആശ്ലേഷിക്കാൻ അവസരമില്ലാതെ തീരുകയാണുണ്ടായത്. സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ ഈ ചരിത്രങ്ങളെ ഇവിടെ അനുസ്മരിച്ച് ഈ ഒരു ആയത്തിനെ ഉണർത്തിയത് നമ്മൾ ശൈത്താൻ കൽപ്പിക്കുന്നതെന്ത് എന്നത് പഠിച്ചു പോകുമ്പോൾ, ശൈത്താൻ കൽപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം, അകലം നിൽക്കണം എന്ന് പഠിച്ചു പോകുമ്പോൾ നമ്മൾ എന്താണ് പ്രാവർത്തികമാക്കേണ്ടത്, കൽപ്പനകൾ എന്താണ് ശിരസ വഹിക്കേണ്ടത്, അത് സുപ്രധാനം ഒരു വിഷയമാണല്ലോ. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയ പല വചനങ്ങളുണ്ട്. തിരുമൊഴികളും അള്ളാഹുവിൻ്റെ കൽപ്പനയായി വന്നത് പലത് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ എല്ലാ കൽപ്പനകളെയും വിരോധങ്ങളെയും മൊത്തത്തിൽ ഉൾക്കൊണ്ട, സമഗ്രമായി സമുന്നയിച്ച ഒരു മഹൽ വചനം ഇവിടെ സന്ദർഭോചിതം ഉണർത്തി അതുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ അനുസ്മരിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് സൂറത്തുൽ ബഖറയിലെ 170 വചനമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.